സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി പലയിടത്തും മഴയെത്തി. മധ്യ തെക്കൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് ലഭിച്ചത്. ഇന്ന് ഒരു ജില്ലയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും വേനൽ മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം. വേനൽ മഴയുടെ സ്വഭാവം ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് എന്താണ്? ആശിണ്ടിയാകും. ശ്രീജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ചുട്ടുപൊള്ളുന്ന കേരളത്തിന് ആശ്വാസകരമായ വേനൽ മഴ എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെയും അതിന് മുന്നത്തെ ദിവസങ്ങളിലുമായി സംസ്ഥാനത്ത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെ വൈകുന്നേരങ്ങളിൽ ലഭിച്ചിരുന്നു. ഈ മഴ തുടരാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ലെങ്കിൽ പോലും നാളെ മുതൽ 5 ദിവസത്തേക്ക് മഴ സജീവമാകാനുള്ള സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം 40 മുതൽ 50 km/h വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. വേനൽ മഴ സജീവമാകുന്നതോടുകൂടി താപനില താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രതീക്ഷയായി പുറത്തുവെക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയമാണ്. നേരത്തെ തന്നെ വൈദ്യുതി മന്ത്രി പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. വേനൽ മഴ എത്തിയാൽ മാത്രമേ ഈ ഒരു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായി ഒരു ആശ്വാസം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നുണ്ട്. മധ്യ കേരളത്തിൽ പൊതുവായിട്ട് എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് ശ്രുതി, റിജിത്ത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മധ്യ കേരളത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും ഏറിയും കുറഞ്ഞും മഴ ലഭിച്ചു എന്നത് തന്നെയാണ്. അത് വലിയൊരു ആശ്വാസമാണ് ചൂടിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിയർത്തൊഴുകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. വലിയ ഹ്യൂമിഡിറ്റിയാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നതിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി ലഭിച്ച മഴ, ശക്തമായ മഴ തന്നെ കൊച്ചിയിൽ പലയിടങ്ങളിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ചൂടിന് വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ കൊച്ചിയിലുള്ള ആളുകൾ മഴ അവിടെ ചെറിയ രീതിയിലെങ്കിലും ലഭിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കൊച്ചിക്കാരോട് വലിയ അസൂയാണ് തോന്നുന്നത്. കാരണം കോഴിക്കോട്, അതായത് മലബാർ മേഖലയിലുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ടും വയനാട്ടിലേക്കാണ് ഈ തണുപ്പ് തേടി പോകാറുള്ളത്. പക്ഷേ വയനാട്ടിലും കറുത്ത ചൂടാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഒരു ആശ്വാസം എന്ന് പറയാം. അതായത് നാളെ ഈ പറഞ്ഞ 2 ജില്ലകളിൽ, കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടങ്ങളിൽ നേരിയ തോതിലുള്ള മഴ ലഭിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നല്ലൊരു കനത്ത മഴയ്ക്കായി.